Wait, let me Connected. What don't you? Hi guys. Hey Lachu, what's up? Lachu ne lade. Hey Lachu, Lachu. Hey Lachu, what's up, dude? How are you doing? Crazy. I just got out of the house. I'm supposed to be doing isolation, dude. Kinda. My friends here, but yeah, it's not a problem. But anyway, when will I come back to Bangalore? ബാംഗ്ലൂർ ഞാൻ ഈ പറയുന്ന പോലെ അടുത്ത ആഴ്ച വല്ലതായിരിക്കും. ഇപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഇപ്പം അത് ട്രാവൽ ചെയ്യുന്നത് വിഷോ എന്നൊന്നുമല്ല, പക്ഷെ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. മേ ബി അടുത്ത ആഴ്ച ചിലപ്പോൾ നാട്ടിലോട്ട് പോകും. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ആഫ്റ്റർ ദാറ്റ് പ്രോബബ്ലി പറയുന്ന പോലെ ബാംഗ്ലൂരിലോട്ട് വരും. അങ്ങനെ ആയിരിക്കും പരിപാടി. സോ യാ, ഒരു ഹായ് തരൂ. ഹൗ ഡു ഐ സി MUH മൂഹ് മൈ ദാറ്റ്സ് ഹൗ സപ്പോസ് സ്പെൽ ഇറ്റ്. ഒരു ഹായ് തരൂ. ഹായ് ബ്രോ. ഹായ് ശോഭിത്. ഹായ്. Hi. Get well soon. Thank you. Aizu, thank you. അപ്പം അതാണ് എല്ലാവർക്കും അതിനാണ് ചോദിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഹെൽത്ത് എങ്ങനെയുണ്ട് വിഷയമാണെന്ന്. സി ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ ആൻഡ് ഐ എം ഡൂയിങ് വെൽ. എനിക്ക് കുഴപ്പമോ ഇതൊന്നും ഇല്ല. ആൻഡ് ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ മോൾ ഷൈൻ ആയിക്കോട്ടെ, ഏഷ്യനെറ്റ് ആയിക്കോട്ടെ, ഒരുപാട് ശ്രമിച്ചായിരുന്നു എന്നെ തിരിച്ചെങ്ങനെങ്കിലും ഹൗസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അവർ ഭയങ്കരമായിട്ട് എന്നെ ഇനിഷ്യലി ഞാൻ ഒരാഴ്ചത്തേക്ക് അഡ്മിറ്റ് ആയിരുന്നു ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് കഴിഞ്ഞ പാടെ തന്നെ എന്നൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനും എന്നെ വേറൊരു ഇവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി. അവർ ദി ട്രൈഡ് ദ ബെസ്റ്റ് ദാറ്റ് ദേ ക്യാൻ ടു പുട്ട് മീ ബാക്ക് ഓൺ ദ ഷോ. ആൻഡ് എന്നെ ഭയങ്കര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു. ആൻഡ് അവർക്കൊരു പ്രയോറിറ്റി ആയിരുന്നു ഞാൻ തിരിച്ച് ഷോയിൽ വന്നത്. പക്ഷേ പറയുന്ന പോലെ ഡെഫിനറ്റ്ലി അതൊരു ഹെൽത്ത് കൺസേൺ ആകുമ്പം ഇറ്റ്സ് ബെറ്റർ ടു പ്ലേ സേഫ്. ആൻഡ് ദാറ്റ് വാസ് ദി ഓൺലി റീസൺ. ആൻഡ് എനിക്കും ഈ പറയുന്ന പോലെ ഒരു കപ്പ് കിട്ടിയ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. ഐ തിങ്ക് മോർ ഓഫ് ആ 100 ദിവസം അവിടെ നിന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കണം, അറിയണമായിരുന്നെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ദിസ് ഹാപ്പൻ. ബട്ട് ഐ എം കൺസിഡറിങ് ഇറ്റ് ടു ബി ഒരു ബ്ലെസ്സിംഗ് ആണ്. ഏതൊരു ഇതിൽ RC 200 LVR ബ്രോ പ്ലീസ്. ഇതൊന്നും എനിക്ക് മംഗ്ലീഷിലൊന്ന് ടൈപ്പ് ചെയ്ത് തന്നെ. യാ പ്ലീസ്. സോ അപ്പം ലൈക്ക് ഐ സെഡ്, ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. Nithya, dude, you should jump in again, and I wish I could, Nithya, but yeah, this is how it is, and I'm supposed to accept the fact that apam miss you BB and yesterday for us. No, Priyesh Thomas, thank you brother for your support. പക്ഷേ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ കാണണം. നിങ്ങൾ ഇനി ഒരു ആഴ്ചയും കൂടി ഉള്ളൂ, ഗെയിം ഉള്ളൂ. ആൻഡ് ഇത്രയും ഈ പറയുന്ന പോലെ ഈ സീസൺ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് കാരണമാണ്. ആൻഡ് അവിടെ ഒരുപാട് ഡിസർവിംഗ് ആയിട്ടുള്ള വേറെ കണ്ടസ്റ്റൻസും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ ഒരിക്കലും ഇവിടെ വന്ന് ഇപ്പം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അതിനുണ്ടാവും. പക്ഷേ ഞാൻ വന്ന് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുക, അല്ല ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ദിസ് ഈസ് ഐ ഓൾവേസ് ഫെൽറ്റ് വൺസ് ആഫ്റ്റർ ഗോയിങ് ഇൻ ഇതൊരു ഡെഫിനറ്റ് പോളിറ്റിക്സ് ഒക്കെ പോലെ ഒരു പരിപാടിയാണ്. ഒറ്റ വോട്ട് ടു ദാറ്റ് പേഴ്സൺ യു ലൈക്ക്. അത് ഒരിക്കലും ഒരാൾ പറഞ്ഞല്ലേ, ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഡെഫിനറ്റ്ലി വോട്ട് ചെയ്യണം. നിങ്ങൾ ഇപ്പം ഇത് കാരണം അത് അങ്ങനെ ഒരു നോ നെഗറ്റിവിറ്റി ബ്രോ, ഫുൾ പവർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഫോർ മീ പേഴ്സണലി, ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പൊളിയായിരുന്നു. ഞാൻ പലപ്പോഴും ഉള്ളിൽ തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ഞാനൊക്കെ പറഞ്ഞാൽ പോയത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ വളരെ വാല്യൂ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്നിൽ തന്നെ ഒരു വേറെ പല സംഭവങ്ങളും എന്നെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അപ്പം ഡെഫിനറ്റ്ലി അവിടെ ഉള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഇനിയും വോട്ട് ചെയ്യണം. ആൻഡ് ഷോ അടിപൊളിയായിട്ട് അതിന്റെ ഗ്രാൻഡ് ഫിനാലയിലോട്ട് എത്തുമ്പം ഏറ്റവും ഭംഗിക്കുള്ള രീതിയിൽ നമ്മുടെ എല്ലാവരും സപ്പോർട്ടും കൂടി തന്നെ ദ ഷോ മസ്റ്റ് ബിക്കം എ ഹ്യൂജ് സക്സസ് ആസ് ഇറ്റ് ഓൾവേസ് ഹാസ്. സോ അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും എനിക്ക് ജസ്റ്റ് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഒരുപാട് നല്ല ഞാൻ എന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെ അങ്ങനെ കുറച്ച് ഞാൻ വീഡിയോസ് കണ്ടിരുന്നു. ഞാൻ ആ വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോഴും ഞാൻ അതിന്റെ താഴെ പോയി നോക്കുമ്പോൾ അതിന്റെ കമന്റ്സിലായിക്കോട്ടെ, ഇറ്റ്സ് ഓൾ സോ മച്ച് ഓഫ് ലവ് ഫ്രം ഓൾ ഓഫ് യു ആൻഡ് നത്തിങ് മേക്സ് മീ ഹാപ്പിയർ. എനിക്ക് ഇതൊരു ഭയങ്കര ഒരു എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇറ്റ്സ് ഓൺലി ഓവർവെൽമിങ്. സോ ആരൊരു സാൻഡ്ര ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഡെഫിനറ്റ്ലി ഞാൻ ഏത് പാട്ടാണ്? അയ്യോ, ഞാൻ എന്തെങ്കിലും കയറി പിടിച്ച് ഞെക്കി. ഓക്കെ, സോറി, വെരി ബാഡ് വിത്ത് ദിസ്. സോ അമ്മു താങ്ക് യു, സീനു താങ്ക് യു, അഖില താങ്ക് യു.
നേരെ പാട്ട് പാടാം. ഐ തിങ്ക് നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് ഐമമല്ലൂടെ തന്നെ രണ്ട് ലൈൻസ് അങ്ങ് റാപ്പ് ചെയ്ത് അങ്ങ് പോകാം. ഓക്കെ, സോ ഐം ഫ്രം ദി സദർൻ പാർട്ട് ഓഫ് ഇന്ത്യ. India is Malayali. Kerala is the state who be chilling with Mahabali. I share a fishy bar with the dude who is a Bengali. Now that's an ass beer, bro. Are you a fan of Nivin Pauly? You can find me everywhere in every freaking gully. Ha, life of the group, bro. My friends call me Aliya. Ask me what you like and I say porota and beef curry. I know beef's band, bro. Okay, any beef. We got the Mushmiki and we also got the Idiki Goda movies. Obviously, made it so lucky. Sorry, bad cold. We be eating meat with rice and dialects when we watching Mohanlal. We be pasting on the NH after small of MH. Amma MALLU MALLU. Amma Mallu MALLU MALLU. Amma Mallu. മൻപൊളി കുറച്ചാളെ പാടൊക്കെ പാടിയിട്ട് ഞാൻ പാടി മടുത്ത്. എന്തായാലും ഗൈസ്, താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം. അബൌട്ട് മൈ ഹെൽത്ത്, ഐ എം അബ്സല്യൂട്ട്ലി ഡൂയിങ് വണ്ടർഫുൾ, ടോട്ടലി ഡൂയിങ് ഫൈൻ. എത്രയും പെട്ടെന്ന് വളരെ വീട്ടിലോട്ടൊക്കെ പോകണം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് യു നോ. ഇത് രണ്ട് സൈഡിൽ സ്റ്റക്കാണ്. എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ പോകാൻ പറ്റുന്നില്ല, എന്റെ ഹൗസിലോട്ടും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ ഒരു സ്ഥലത്തുള്ളത്. അപ്പം ഐ വോണ്ട് ടു ഗോ ബാക്ക് ഇൻ ക്വിക്ലി, ഐ മീൻ ടു എന്റെ വീട്ടിലോട്ട്. സോ ഹായ് എമി, ഹായ് എമി. Yes, Crip, so the show must go on. The show must definitely go on. Seenu, your attitude is just Vishayam. Poli, and your support is just Vishayam as well. Seenu, thank you. Amu, thank you. Jebin, will you be back for finale? Finale, I'm definitely old contestants. Ellarum thirichu varunundavum, and if my health permits and everything is good, definitely ഞാൻ വരുന്നതായിരിക്കും to support. ഈ പറയുന്ന പോലെ അവിടെ ഇപ്പോൾ മത്സരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ definitely I will be there for the finale. Yes, definitely. So, അത് വെയിറ്റ് വൺ പൊളി ബ്രോ, ഒരു റിക്വസ്റ്റ് ഉണ്ട് ബ്രോ. ബ്രോയും ബിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് പേഴ്സണലായിട്ട് ഒന്നുമില്ലല്ലോ, പക്ഷേ ഫാൻസ് അത് ബ്രോയുടെ ആയാലും മറ്റുള്ളവരായാലും ഡീഗ്രേഡിങ് വൺ ബോറാണ് ആണോ? എനിക്ക് അറിയത്തില്ല, എന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന്. ഇനി ബൈ ചാൻസ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിനുവേണ്ടി ഞാൻ സോറി ചോദിക്കുകയാണ്. ഒരിക്കലും ഡീഗ്രേഡ്, നമുക്ക് ഡെഫിനറ്റ്ലി ഫോർ ഫൺ എന്ന് പറയുന്ന ഒരു പെർസ്പെക്ടീവ് ഉണ്ട്, പക്ഷെ അത് വിട്ട് കഴിഞ്ഞിട്ട് ഒരു ഡീഗ്രേഡ് ചെയ്യലോ ഫാമിലീസിനോ അല്ല അങ്ങനെ കൊണ്ടുവരുന്നത് ഒരു ക്ലാസ് ആക്ട് അല്ല, ഒരു നൈസ് പരിപാടി അല്ല. ആരും ബിലീവ് ഐ തിങ്ക് ഇറ്റ്സ് കൂൾ. സോ അപ്പം ബൈ ചാൻസ് ആരെങ്കിലും എനിക്ക് വേണ്ടി അങ്ങനെ ആ രീതിയിൽ ഇപ്പം മോശമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. So yeah, Chakoji, Mr. Chakoji, man, full body, peace out. Yeah, so I think we're good. Hi, how are you? I'm doing well. Sporting BB House, thank you so much. I'm okay, Hashiv. I'm okay, I'm absolutely doing well. Hi, Parayamo, Manjushri, hi. Yeah. ഒരു സോങ് പ്ലീസ്. ഞാനിപ്പം ഒരു പാട്ട് ജസ്റ്റ് ഇപ്പോൾ പാടിയുള്ളൂ. സോ വെൻ ഐ കമ്മിങ് ടു കൊച്ചിൻ അഷ്ന, ഞാൻ കൊച്ചിനോട് വരുന്നുണ്ടാവും. അടുത്ത ആഴ്ച ആയിരിക്കും ഞാൻ മിക്കവാറും നാട്ടിൽ വരിക. ഡെഫിനറ്റ്ലി ഐ വിൽ ബി, ഐ മീൻ ഒബ്വിയസ്ലി ബിക്കോസ് ദാറ്റ്സ് മൈ ഗ്രൗണ്ട് ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ബി പ്ലേയിങ് നെക്സ്റ്റ് ടൈം. ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ടാവും. ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എവ്രി വൺ, വിഷയം അൻപൊള്ളി, താങ്ക് യു. ഇറ്റ്സ് മീ ഡോഗ്. ഹായ് മേഘ്ന. Hi, സുഖമല്ലേ? ആഷ്, യെസ് അബ്സല്യൂട്ട്ലി സുഖമാണ്. Will you be going back to Big B Augustine? Yeah, for the film. എല്ലാവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലീസ് ഒരു ഹായ് പറയോ. യദു ഹായ്. ഹായ്, പീസ് ഔട്ട് നിക്ക, പീസ് ഔട്ട്. പവിഷ്മ, ഹായ് പവിഷ്മ, ഹായ്. വിഷയം ലോഡ് ഓഫ് വിഷയം കമന്റ്സ്. ഹായ്, ആരാണ്? കീർത്തി, ഹായ് കീർത്തി, ഹായ്. ഇത് റിയലി ക്രേസി. എനിക്കൊന്ന് ഒരു എന്താ പറയാ, ആ ഹൗസിലായിരുന്ന സമയത്ത് ശരിക്കും ഐ മീൻ എനിക്ക് ശരിക്കും പേഴ്സണലി ഒരുപാട് വറീസ് ഉണ്ടായിരുന്നു ഇവിടെ പുറത്ത് എങ്ങനെയായിരിക്കും, അല്ലെ ഫാമിലിയോ യുനോ ഇതൊരു മൊത്തത്തിൽ. ബിക്കോസ് വാട്ട് ഐവ് സീൻ ഇസ് മോർ ഓഫ് ഈ പറയുന്ന പോലെ ഭയങ്കര ഡീഗ്രേഡിങ് ആയിക്കോട്ടെ, അല്ലെ ഭയങ്കര ഒരു വാറാണ് ശരിക്കും പുറത്ത്. അപ്പം എനിക്കറിയില്ല, ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഭയങ്കര രീതിയിൽ ആദ്യം എനിക്കൊരു ഒരുപാട് ഡീഗ്രേഡിങ് ഉണ്ടായിരുന്നു, ഒരുപാട് രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഐ തിങ്ക് ഞാനത് ഒരുപാട് കണ്ടിട്ടില്ല. ഇപ്പം ഞാനത് കാണുമ്പോഴാണ് ബിക്കോസ് ഇറ്റ്സ് ഓവർ. പക്ഷെ അവരാണ് ബേസിക്കലി അത് ഹാൻഡിൽ ചെയ്തത്. അല്ലെ ഈ പറയുന്ന പോലെ അകത്ത് നിന്ന് കളിക്കുന്ന പോലെ അല്ല, അതിനേക്കാളും ഇതായിട്ടാണ് പുറത്തു നിന്ന് ആൾക്കാർ കളിക്കേണ്ടത് എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്റെ ടീം ആയിക്കോട്ടെ, അല്ലെ എനിക്ക് വേണ്ടി സംസാരിച്ച ഈ പറയുന്ന നിങ്ങളിൽ പലരായിക്കോട്ടെ. ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു. ആൻഡ് യുനോ ഇറ്റ് ജസ്റ്റ് യുനോ ഐ മീൻ ഈ പറയുന്ന പോലെ ഒരു ഓർഗാനിക്കലി ഞാൻ വന്ന് ഇത്രയും കോമന്റ്സും അല്ലെ ഇത്രയും കാര്യങ്ങളും ഞാൻ കണ്ടപ്പം ലൈക്ക് ഐ വാസ് പേഴ്സണലി മൈൻഡ് ബ്ലോൺ ആൻഡ് ഐ പേഴ്സണലി കുഡ്ന്റ് ബിലീവ് വാട്ട് ഐ വാസ് സീയിങ്. അപ്പം പിന്നെ ഒരുപാട് പേര് വീഡിയോസും എഡിറ്റ് ചെയ്ത് ഒരുപാട് I don't know, one was Mr. Ron and a lot of you have edited ഒരുപാട് വീഡിയോസും കാര്യങ്ങളും പരിപാടിയൊക്കെ. അപ്പം ഐ നോ, താങ്ക് യു ഫോർ ദി എഫേർട്ട്. ആൻഡ് എന്നെ അടിപൊളിയായി എഡിറ്റ് ചെയ്ത് പൊളിച്ച് നല്ല രീതിയിൽ പുഷ് ചെയ്തതിന് ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു. ആൻഡ് ഹായ് ഫാത്തിമ, ഹായ് എല്ലാവർക്കും ഹായ്. ലോട്ട് ഓഫ് കമന്റ്സ് കമ്മിങ് ഇൻ ഓൾസോ വിച്ച് ഇസ് ബൈ ക്രിസ്റ്റോ, ഹായ്. പിന്നെ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് ഐ തിങ്ക്
ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയൊരു ബോണസ് ആയിരുന്നു ലാലേട്ടനെ കാണാൻ പറ്റിയതും. ഒരു എന്താ പറയാ, ഒരു ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ സോ ലാലേട്ടൻ, ഞാൻ ഈ പറയുന്ന പോലെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നൊന്നും ഞാൻ പേഴ്സണലി ഓർത്തതല്ല. പക്ഷെ തിരിഞ്ഞ ലാലേട്ടനെ പെട്ടെന്ന് കണ്ടപ്പം ഐ ഡോണ്ട് നോ, ഐ കുഡ് സഡൻലി ഐ ഡോണ്ട് നോ, ഒരു മലയാളിക്ക് ഉണ്ടാകുന്ന ഒരു സം ഇമോഷൻ, ഐ തിങ്ക്, ഐ ഡോണ്ട് നോ, ഇത്രയും നാൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ട് എൻ്റെ ഉള്ളിൽ എന്തോ പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കരയാനൊക്കെ തോന്നി. എനിക്ക് യൂഷ്വലി ഞാനങ്ങനെ ഭയങ്കരമായിട്ട് വന്ന് ഇമോട്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഷോയിൽ പല രീതിയിലും വന്ന് ഞാൻ തന്നെ അങ്ങനെ ഇമോട്ട് ചെയ്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെ കറന്നൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. കരയുന്നത് വീക്ക്നെസ് ആണെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ പേഴ്സണലി എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും പേര് കാണുന്നതെന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര കോമഡി ആണത്. പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് ഹു ഐ ആം, ഐ ലവ് മീ ഫോർ ഹു ഐ ആം, ഐ ഗസ്. സോ ഞാൻ പറഞ്ഞ പോലെ ലാലേട്ടനെ കാണാൻ പറ്റി. ആൻഡ് ഒരു വീക്ക്ലി ബേസിസിൽ ലാലേട്ടൻ നമ്മൾ സംസാരിക്കുന്നതൊക്കെ വിഷയമാണല്ലോ. അപ്പം ഒരു മൊത്തത്തിൽ ഐ തിങ്ക് ഇറ്റ്സ് ദ പ്ലാറ്റ്ഫോം ഓൺലി ഗിവൻ മീ ഗ്രേറ്റ് തിങ്സ് ആൻഡ് ഗുഡ് തിങ്സ്. സോ വൺസ് അഗൈൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇനിയുള്ള മത്സരാർത്ഥികളിൽ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. ആൻഡ് ഡെഫിനറ്റ്ലി ഷോയുടെ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ടാണ് ഷോ ഇപ്പോൾ കടക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം യു നീഡ് ടു സപ്പോർട്ട് ദ പീപ്പിൾ ദാറ്റ് യു ലൈക്ക് ഹു ആർ ഇൻ സൈഡ്. ആൻഡ് ഈ ഷോ നിങ്ങൾ എല്ലാ പ്രാവശ്യം ആക്കിയ പോലെ ഇപ്രാവശ്യം ആക്കിയ പോലെ ഒരു അടിപൊളി വിജയമായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് ഷോനെ പൊളിച്ച് കൊണ്ടെത്തിക്കണം. അപ്പം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ജസ്റ്റ് തോട്ട് ഐ വിൽ കം ഇൻ ആൻഡ് ജസ്റ്റ് ഡു ഒരു ലൈവ്. അപ്പം ഇനി ഡെഫിനറ്റ്ലി എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല. പക്ഷേ ഞാൻ ഇനിയും ഡെഫിനറ്റ്ലി ആക്റ്റീവ് ആവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് എല്ലാവർക്കും ജസ്റ്റ് സെയിങ് ലാസ്റ്റ് ഹായ്. ഹിമ ഒരു ഹായ് പറയുമോ? ഹായ് ഫാത്തിമ, ഹായ് നിദ്ര, ഹായ്, ലവ് യു ടു. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആരെയും മിസ് ചെയ്യുക? ഗുഡ് ക്വസ്റ്റ്യൻ. ബിഗ് ബോസിൽ അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് ആരും മിസ് ചെയ്യാനൊന്നുമില്ലോ. എല്ലാവരും പുറത്തൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നാൻ മൊത്തത്തിലുള്ള ഒരു എൻവയറമെന്റ് ഇസ് പ്രോബ്ലി വാട്ട് ഐ വിൽ മിസ്. അല്ലെ അവിടെ ഒരു ഭയങ്കര, ഇപ്പം നിങ്ങളിപ്പം പുറത്തുനിന്ന് കാണുമ്പം ലൈക്ക് ലോട്ട് ഓഫ് ദീസ് ആർമി ഫൈറ്റ്സ് ആൻഡ് ഭയങ്കര ഇടിയും ബഹളമൊക്കെയാണ്. ആൻഡ് നമ്മൾ തമ്മിലും ഡെഫിനറ്റ്ലി അവിടെ ഈ പറയുന്ന പോലെ ഒരു തർക്കമോ അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ എവിടെയൊക്കെയോ വി ആർ ഓൾസോ കണക്റ്റഡ്. ബിക്കോസ് നമ്മൾ ആരായിട്ടാണെങ്കിലും ഇത്രയും ദിവസം നമ്മളൊരു വീട്ടിൽ ഇങ്ങനെ ഇടുമ്പം നമുക്ക് ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിലും എവിടെയൊക്കെ നമ്മൾ അവരായിട്ട് കണക്ട് ആവും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മച്ച് ലവ് ടു ഓൾ മൈ കോ കണ്ടസ്റ്റൻസ്. സോ അടിപൊളി. സോ ഐ തിങ്ക് ഐ വിൽ മേക്ക് എ മൂവ്. ആൻഡ് ബിഫോർ ഐ ലീവ് വൺസ് അഗൈൻ എനിക്ക് പറയാനുള്ളത് നന്ദി, ഒരുപാട് നന്ദി നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിനും. നിങ്ങൾ എന്തൊക്കെ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഞാൻ ഒരുപാട് നന്ദി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുന്നോട്ടും എൻ്റെ പാട്ടുകളായിക്കോട്ടെ, എൻ്റെ സിനിമ കരിയർ ആയിക്കോട്ടെ, എൻ്റെ ഒരു എന്റർടൈൻമെന്റ് റൗണ്ട് അപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇതേ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഗിവ് ഇറ്റ് ടു മീ ആസ് വെൽ. ആൻഡ് ഐ ഹോപ്പ് ടു കീപ് യു എന്റർടൈൻഡ്. സോ മച്ച് ലവ് ടു എവറി വൺ. ഫുൾ പവർ വിഷയമാണ്. പീസ് ഔട്ട്.